ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് നോക്കാനായിട്ട് പോകുന്നത് 4 കാർഡ് സ്പ്രെഡ് വഴിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മുതൽ ഓവറോൾ എനർജി ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ടവർ, അതുപോലെ തന്നെ ചാരിയറ്റ്, റിവേഴ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണെന്നുള്ളതാണ്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന മറ്റെന്തോ കാര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെ ചൊല്ലിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ വേരോടെ തന്നെ പിഴുതു മാറ്റിയിട്ടുണ്ടാവാം. ആ ഒരു ടവർ ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു തകർച്ചയായി പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ വിചാരിക്കാത്ത ഒരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും. അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ പ്രിഫറൻസ് കൊടുക്കുന്ന മറ്റ് സംഗതികൾ അവരുടെ ലൈഫിൽ കയറി വരുമെന്ന് നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ സ്മൂത്ത്നെസ്സും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനകത്തുള്ള പരസ്പര വിശ്വാസം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹോണസ്റ്റായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതായത് വഴിതെറ്റി പോയിരിക്കുകയാണ്. നേരായ മാർഗത്തിലൂടെ പോയിരുന്നൊരു സംഗതി വഴിതെറ്റി മറ്റൊരു ട്രാക്കിലേക്ക് കയറിപ്പോയൊരവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണോ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസായിട്ട് നിലകൊണ്ടിരുന്നത്, ആ ഒരു അടിത്തറ ഇളകിയ ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനകത്തുള്ള സ്നേഹം, പരസ്പര വിശ്വാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൂടി ഒരു ചിന്താഗതികളെല്ലാം മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ കാണാം. കൂടുതൽ വ്യക്തികൾക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ തന്നെയായിരിക്കാം. കുറച്ച് പേർക്കായിരിക്കാം മറ്റേതെങ്കിലും ഒരു കാര്യം. അതായത് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അവരുടെ കരിയർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരുന്നത്. ഭൂരിഭാഗം വ്യക്തികൾക്കും ഇത് മറ്റൊരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആൻഡ് സിറ്റുവേഷൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. അതുപോലെ തന്നെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി ആൻഡ് 7 ഓഫ് കപ്സിൻ്റെ എനർജി നമുക്കത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സെക്കൻഡറി ആക്കി മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഡിസ്ഹോണസ്റ്റി തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ ചെയ്ത പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടാവാം, മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടാവാം. കാരണം ആ ഒരു ചീറ്റിംഗ് എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും വളരെ ഓപ്പണപ്പായിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, ഇന്ന വഴിയെ പോവാണ്, ഈ ഒരു റൂട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് തന്നെ പറഞ്ഞ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ
അവർ ഒരു റോങ് വേയിലൂടെ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്തെല്ലാം ഒരു ഒളിയും മറയും ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ടവർ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ നേരത്തെ കണ്ടത് തന്നെ ഈ ഒരു പേഴ്സൺ ഇതെല്ലാം ഒളിച്ചു വെച്ച് അവസാന ഒരു നിമിഷമായിരിക്കാം നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പിന്മാറിയിട്ടുണ്ടാവുന്നത്. നിങ്ങൾക്ക് നേരത്തെ മുതലേ യാതൊരു ഐഡിയയും ചിലപ്പോൾ ഇതിനകത്ത് കിട്ടിക്കാണണമെന്നില്ല. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും വളരെ നിഗൂഢമായിട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ചീറ്റിംഗ് എനർജി ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചീറ്റ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തേ മതിയാവൂ എന്ന് വരുന്നത് കൊണ്ടൊക്കെ ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടി എല്ലാം റിലേഷൻഷിപ്പിനകത്ത് കള്ളത്തരങ്ങൾ കാണിക്കേണ്ടി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഒരു സെൽഫ് പ്രിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ വളരെ ടെംപ്റ്റായിട്ട് പോയതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു അക്കരപ്പച്ച തേടി പോയതുകൊണ്ടൊക്കെ ആയിരിക്കണം. കാരണം അവരായിട്ട് തിരഞ്ഞെടുത്തതാണ് ആ ഒരു ചോയ്സ് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും അല്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ തന്നെ ഒരു ചോയ്സാണ്. അല്ലെങ്കിൽ അവർ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മാനിപ്പുലേഷൻ കാണിച്ചു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരെന്താണോ ചൂസ് ചെയ്തെടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളോട് മറച്ചു വെച്ചായിക്കോട്ടെ, ഏത് കാര്യമാണോ അവർ തിരഞ്ഞെടുത്തത് ആ ഒരു കാര്യത്തിനകത്ത് തന്നെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെ അവർ പെടുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനകത്ത് അവർ പെട്ടിരിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ദാറ്റ് മീൻസ് ആ ഒരു 8ൻ്റെ പണി എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ്. അതിനകത്ത് ആ ഒരു പേഴ്സൺ മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ട പോലെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും അവർ തിരഞ്ഞെടുത്ത ആ ഒരു ചോയ്സ് അല്ലെങ്കിൽ അവരെന്തിൻ്റെങ്കിലും പുറകെ പോയതാണെന്നുണ്ടെങ്കിൽ അതൊരു റോങ് ചോയ്സ് ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മൂമെൻറ്റ് തീർത്തും തെറ്റായിരുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ അവർ വളരെ ഒരു ലിമിറ്റിൽ പോകേണ്ടുന്ന ഒരവസ്ഥയൊക്കെ തന്നെയായിരിക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 10 ഓഫ് കപ്സ്, ഹെറോഫോണ്ട്, അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് റിവേഴ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടും നിങ്ങളിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവർക്ക് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കുട്ടികൾ വരെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബന്ധമൊക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ബന്ധം, അതിനകത്ത് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പേഴ്സൻ്റെ എനർജി പറഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു ചീറ്റിങ്, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത്രയേറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടും പേഴ്സൻ്റെ ഭാഗത്ത് അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് അവരെ വെറുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഒരുപക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അതുപോലെ ആവാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്താണോ അതിലേക്ക് ഇനിയും പോകാനായിട്ട് കഴിയും. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് മാറാൻ കഴിയും എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു 8 ഓഫ് കപ്സ് റിവേഴ്സ് എനർജിയാണ്. കാരണം നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നേ ഇല്ല. നിങ്ങളൊരു ഹോപ്പിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ മറ്റു പലരും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം, ഈ ഒരു പേഴ്സണെ വിശ്വസിക്കരുതെന്ന് പറയുന്നുണ്ടാവാം. പല കാര്യങ്ങൾ എവിഡൻസോടുകൂടി നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മതി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡൊക്കെ തന്നെ ആയിരിക്കാം. നേരത്തെ നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല ഇല്ലാതിരുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും കൂടി കൂടുതലായിട്ട് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയെ കുറ്റം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
ഇതിനകത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ സാഹചര്യം ഉണ്ടായിട്ട് പോലും പൂർണ്ണമായിട്ടും നിങ്ങളവരെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. കാരണം ഇത് നിങ്ങളുടെ എനർജി ആൻഡ് സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇത് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു മൈൻഡ് പോലും ഈ ഒരു പേഴ്സണെ മോശമായിട്ട് കാണാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ തെറ്റാണെന്നോ അംഗീകരിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ പോലും നിങ്ങളത് ഓട്ടോമാറ്റിക്കലി അത് ശരിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത രീതിയിൽ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വലി കണക്റ്റ് ആവുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടാൻ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് തിരികെ വരാനായിരിക്കാം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷൻസോ അഫർമേഷൻസോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അസ്ട്രോളജേഴ്സിനോ അല്ലെങ്കിൽ ടാരറ്റ് റീഡേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവാം, അവരിൽ നിന്ന് ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നു ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കുറ്റം പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയായിട്ട് ചൂസ് ചെയ്തൊരു സംഗതി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു തേർഡ് പാർട്ടിയെ മാത്രമായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടും അതുപോലെ ആ ഒരു ഇമോഷൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും നിങ്ങളിവിടെ നിങ്ങളുടെ ഫീലിങ്സ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് നിങ്ങൾ ഓവറായിട്ട് ആ ഒരു ഡിപ്രഷനിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്തൊരവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെയിൻ കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് വീണ്ടും ജഡ്ജ്മെൻറ്റ് എനർജി, അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് കാർഡുമാണ്. അപ്പോൾ ഈ ഒരു ഹോൾ സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന മേജർ ആർക്കാന കാർഡ്സ് എന്ന് പറയുന്നത് ടവർ സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചാരിയറ്റ് എനർജി റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്, മേജർ ആർക്കാന കാർഡാണ്. അതുപോലെ തന്നെ ഹെയറോഫണ്ട് എനർജി വന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജി. ഇത്രയാണ് നമുക്ക് മേജർ ആർക്കാനയിൽ നിന്ന് വന്നിരിക്കുന്ന കാർഡ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേണിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇതിനകത്ത് നിങ്ങളുടെ വിഷമം ഉണ്ടാവാം, പ്രതീക്ഷ ഉണ്ടാവാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്റ്റക്നെസ് ഉണ്ടാവാം, ചീറ്റിംഗ് ഉണ്ടാവാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ലെസൺ ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരാനുണ്ടാവുന്ന ഒരു സാഹചര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്പിരിച്വലി കണക്റ്റ് ആവാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനെല്ലാം ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിങ്ങളെ സഹായിച്ചേക്കാം എന്നുള്ളതും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പൊസിഷനിൽ ജഡ്ജ്മെൻറ്റ് എനർജി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കുറച്ചും കൂടി ഒന്ന് ഒരു ഡീപ്പനിങ്ങിലേക്ക് പോകാനുള്ളൊരു സാധ്യത, അതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളും ഹോണസ്റ്റായിട്ട് പറയാനുള്ള ഒരവസരം വരുന്നു. തുറന്ന് സംസാരിക്കാൻ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരുപാട് ഒരു രഹസ്യം ഒളി മറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനുള്ള ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായ നിങ്ങൾക്കൊരു സഡൻ ഡിസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല സത്യങ്ങളും നിങ്ങൾക്ക് വെളിവാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, തേർഡ് പാർട്ടിയെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചായിരിക്കാം, ഇങ്ങനെ എന്ത് സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പ്രവൃത്തി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു, അതിൻ്റെ ആ ഒരു ഫ്രൂട്ടാണ് ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അത്രയും സിൻസിയർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള നേരമാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം.
അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സിൻസിയറായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് തന്നിരിക്കും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ കാത്തിരിപ്പോ യൂണിവേഴ്സിനോടുള്ള വിശ്വാസമോ എന്ത് കാര്യമോ ആയിക്കോട്ടെ അതിനുള്ള ഒരു മറുപടി തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മനസ്സ് നിങ്ങളോട് എന്താണോ പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് വോയിസ്, നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങളോട് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സമയത്ത് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ എപ്പോഴും വിധി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ന്യായപൂർണ്ണമായിരിക്കണം വിധി, അല്ലാന്നുണ്ടെങ്കിൽ ന്യായമുള്ള ഭാഗത്തായിരിക്കണം വിധി വേണ്ടത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളിവിടെ നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ഹോപ്പ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്പിരിച്വലിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിശ്ചയദാർഢ്യം പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും. ഒരുപാട് സത്യാവസ്ഥകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉള്ള ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒരു ഡീപ്പ് ബോണ്ടിങ്ങിലേക്ക്, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാല്യൂ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ പോകുന്നത് ഇനിയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് തന്നെ അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങളെ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഒരു ആഴമാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള എനർജി എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ പറഞ്ഞ ഈ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് വിൽ പവർ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.